ഞാനിവിടെ 2013 ഹെർ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ആദ്യമേ എൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ക്യാരക്ടർ ആഫ്റ്റർ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് കവറപ്പ് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലാദ്യമേ ഈ അയാൾ വേറൊരാളെ കണ്ടുമുട്ടുന്നു, അയാളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് തോന്നാത്ത രീതിയിൽ വന്നപ്പോഴത്തേക്കും അയാളത് വിടുന്നതും, പിന്നെ ഇവൻച്വലി AI-ന്റെ സഹായം ഉപയോഗിച്ചിട്ട്, അതായത് ആ സമയത്ത് ഇറങ്ങുന്ന AI-ന്റെ സഹായം ഉപയോഗിച്ചിട്ട് ഇയാൾ സംസാരിക്കാൻ തുടങ്ങുന്ന ആണ് കാണിക്കുന്നത്. അതിലിപ്പോ AI-യുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന രീതിയിലാണ് അവർ വേർഡിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇവൻച്വലി അയാൾ AI-യോട് സംസാരിക്കുന്നതും പിന്നെ ഭയങ്കരമായിട്ട് ഇടപഴകി ഇമോഷണലി അറ്റാച്ച്മെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവൻച്വലി അയാളെ AI-നോടൊപ്പം ഫോൾ ഇൻ ലവ് ആവും. പിന്നെ അത് പതിയെ പതിയെ അയാളുടെ ഇമോഷണലി ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നതും, പീപ്പിൾ അവസാനം കുറെ ആൾക്കാർ അയാളെ ജഡ്ജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവസാനം ആകുമ്പോൾ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI തന്നെ കുറെ പേരോട് തന്നെ ഒറ്റ സമയത്തിൽ പ്രേമിക്കുന്ന കാര്യം അയാൾ അറിയുന്നതും അയാൾക്ക് അത് ഭയങ്കരമായിട്ട് ബോധേഡ് ആവുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിലിം AI അതായത് OS സിസ്റ്റം ഓവറോൾ ഷട്ട് ഡൗൺ ആക്കുന്നതും, കാരണം ഈ ഹ്യൂമന്റെ ഫീലിങ്സ് വെച്ച് കുറെ OS ഇടപഴകുന്ന കാര്യങ്ങളായപ്പോഴത്തേക്കും ഇവൻച്വലി അത് OS ഓൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതും, പിന്നെ അയാൾ അവസാനമായിട്ട് അയാളുടെ ex-wife-ന് ഒരു ലെറ്റർ അയക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ക്യാരക്ടറുടെ ഇമോഷണൽ ഡൈനാമിക് ഭയങ്കര വ്യത്യസ്തമാണ്. അതായത് ഒരു ലോൺലിനെസ് എത്രത്തോളം കവറപ്പ് ചെയ്യുന്നത്, AI ത്രൂ അത് എത്രത്തോളം കവറപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ AI-ന്റെ ഈ 2013 ഫിലിം ഇറങ്ങുന്ന പറയുമ്പോഴത്തേക്കും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോ ഒരു AI എത്രത്തോളം ഒരു ഹ്യൂമനെ ബാധിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഇമോഷണലില് എത്രത്തോളം ഇമ്പാക്ട് ആക്കുന്ന കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഈ പടത്തിൽ ആക്ട് ചെയ്തിരിക്കുന്നത് ജാക്വിൻ ഫിനിക്സും അതേപോലെ AI-യുടെ വോയിസ് കൊടുത്തിരിക്കുന്നത് സ്കാർലെറ്റ് ജോൺസൺ ആണ്. ഇവർ രണ്ടാളും നല്ല രീതിയിൽ അവരുടെ പാർട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോറി ബേസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ ഇമോഷൻസ് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആളുടെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ AI-യുടെ വോയിസ് ഓവർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ലൈക്ക് അവരുടെ ഇമോഷൻസ് എല്ലാം ആ വോയിസിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് നമുക്കത് കൂടുതൽ കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിലും കൂടി ഈ സമന്ത ഈ AI 24/7 അവൈലബിൾ ആയിരുന്നു. എന്നാലും കൂടി തിയോഡറിന് വേറൊരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലും കൂടി ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇൻ പേഴ്സൺ ഒരു റിലേഷനിലേക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടും. ഇതിൽ ലവ് എന്ന് പറയുന്ന കാര്യം ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഇമോഷനാണ്. ഏതൊരു ലൈഫിലും ആസ് എ ഹ്യൂമൻ ഏറ്റവും കൂടുതൽ നീഡ് വരുന്നത് തന്നെ ലവാണ്. ഇൻ ദ ആസ്പെക്ട് ഓഫ് പാർട്ട്ണർ ആയാലും ഇൻ ദ ആസ്പെക്ട് ഓഫ് ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു പാരൻസിനുള്ള നിലയിലായാലും ലവ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ ആഫ്റ്റർ ദ ഡിവോഴ്സ്, അതായത് തിയോഡറിന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഈ AI-ന്റെ ഇമ്പാക്ട് വന്നതോടെ അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര ലോൺലിനെസ് ആയപ്പോഴത്തേക്കും ഇയാൾക്ക് ലവ് എന്ന ഒരു ഫീലിംഗ് തിരിച്ചു വേണമെന്നുള്ളത് 8 വർഷത്തിൽ സംതിങ് ഇത്ര ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്ക് തോന്നൽ വാട്ട് ഇഫ് റിലേഷൻഷിപ്പിൽ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പറയുമ്പോഴത്തേക്കും ഈ സമാന്ത ആ സമയത്ത് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി നേച്ചർ ആയിട്ടാണ് സമാന്ത ബിഹേവ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഇവരുടെ സിസ്റ്റർ ആണെന്നു ഇങ്ങനെ ഒരു ഡേറ്റ് സെറ്റപ്പ് ചെയ്യുന്നതും ഇങ്ങനെ ഇയാൾ മീറ്റപ്പ് പോകുന്നതും ആയിട്ടുള്ള സീൻസ് കാണിക്കുന്നുണ്ട്. ഇവൻച്വലി ആ ഡേറ്റ് അയാൾ ഉദ്ദേശിച്ച പോലെ പോകാത്തോണ്ട് സ്ഥിതിക്ക് അയാൾ തിരിച്ചു വരുന്നതും തിരിച്ച് AI-യോട് സംസാരിക്കുന്നതും എങ്ങനെ എത്രത്തോളം ഇന്ററാക്റ്റീവ് ആയിട്ട് അവസാനം മനസ്സിലാവുന്ന ഇവർ രണ്ടുപേരും ഇൻ ലവ് ആകുന്നത് കാര്യമാണ് പറയുന്നത്. ബട്ട് ഏതൊരു AI ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫോൾട്ടും ഒരു പ്രോ കോൺസും ഓഫ്കോഴ്സ് ഉണ്ടാകും. അതിൽ ഏറ്റവും ഫസ്റ്റ് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI തന്നെ 24 hours അവൈലബിൾ ആവുന്ന കാര്യം പറയുന്നുണ്ട്. ബട്ട് ഇൻ പേഴ്സൺ ഫോർ എ പേഴ്സൺ ഹ്യൂമൻ ബീങ്ങിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പാർട്ട്ണറിന്റെ പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
ഫോർ എ റിലേഷൻഷിപ്പ്. പക്ഷെ ആ ഒരു സമയം നോക്കുമ്പോഴത്തേക്കും AI-ക്ക് അത് തരാൻ പറ്റില്ല. എന്നാലും ഈ ഒരു ഡിഫോൾട്ട് ഉണ്ട് കാര്യം, അതായത് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത കാര്യം ഒരു ഡിഫോൾട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇവൻച്വലി ഈ ഒരു പ്രേമം തന്നെ ലേറ്റർ അത് പോകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സമാന്ത ഒരു ടൈം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നുണ്ട് ഇത്ര 1000 സംതിങ് പീപ്പിളോട് അയാൾ സംസാരിക്കുന്നതും അതിൽ 600 സംതിങ് പീപ്പിളോട് ഫോൾ ഇൻ ലവ് ആവുന്ന കാര്യവും പറയുന്നുണ്ട്. അത് എത്രത്തോളം തിയോഡറിന് അത് ഇമ്പാക്ട് ആവുന്നതും പൊട്ടിത്തകർന്ന ഒരു കേസ്. കാരണം ഓൾറെഡി ഒരു ഡൈവോഴ്സ്ഡ് ആയ പേഴ്സൺ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ലോൺലെസ് ആയി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴത്തേക്കും ആൾക്ക് എത്രത്തോളം നല്ലോണം ഇമ്പാക്ട് ആവുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലവ് ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും AI ഇസ് നോട്ട് എ ബെസ്റ്റ് തിങ് ബിക്കോസ് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ റീസെർച്ച് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ AI ആയാലും. ബട്ട് ഇതിൽ എത്രത്തോളം അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഐ മീൻ ലവ് ആസ്പെക്ട്, ഇമോഷണൽ ആസ്പെക്ട് എത്രത്തോളം ടച്ച് ചെയ്യുന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. സോ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ മൂവിയിലെ മെയിനായിട്ടുള്ള സൗണ്ട് എഫക്ട്സും ബാക്കി ഓഡിയോ പരമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇതിലെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലെ മെയിൻ പ്രൊട്ടോണിസ്റ്റ് ആയ തിയോഡർ ലോൺലിനെസ് എന്ന ഫേസിൽ പോകുമ്പോൾ അതിൻ്റെ ബേക്കിൽ നല്ല പീസും കാമുമായ ഓഡിയോ ആണ് പ്ലേ ചെയ്തത്. പിന്നെ ഓരോ സിറ്റീൻ്റെ ആ നോയ്സും ഒരു ട്രാഫിക്കിൻ്റെ നോയ്സും ഇതൊക്കെ നല്ല രീതിയിലാണ് ഈ മൂവിയിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഈ AI ബോട്ടായ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സമാന്തൻ്റെ വോയിസ് ആണ്. അത് മുന്നേ മെൻഷൻ ചെയ്ത പോലെ സ്കാർലറ്റ് ജോൺസൺ ആണ് അത് വോയിസ് ഓവർ ചെയ്തത്. അത് ഒരു കാമും പീസായ ഒരു വോയിസ് ആണ്. അത് നമ്മളെ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യും. ആ ഒരു റൊമാൻസും അതൊക്കെ നല്ല രീതിയിലാണ് ഈ സ്കാർലറ്റ് ജോൺസൺ ഇതിൽ വോയിസ് ഓവർ നൽകിയത്. നമ്മളിനി പറയാൻ പോകുന്നത് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ചാണ്. ആർക്കേഡ് ഫയർ എന്ന് പറയുന്ന ഒരു കനേഡിയൻ ഇൻഡി റോക്ക് ബാൻഡാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അവർ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് പിയാനോ, ജെന്റിൽ സൗണ്ടൊക്കെ ഈ സിനിമയെ, അതായത് തിയോഡർ എന്ന കഥാപാത്രത്തിൻ്റെ ലോൺലിനെസ്സിനെയും കൂടാതെ സാമന്ത എന്ന AI സിസ്റ്റത്തിന് ആയിട്ട് തിയോഡറിനുള്ള ഒരു ഡീപ്പ് കണക്ഷനൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ ഇതിൽ മ്യൂസിക് സാധിച്ചു. സോ ഈ പടത്തിൽ തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI, ഇതിനെക്കുറിച്ചാണ് ഈ സിനിമയിൽ പരാമർശിക്കുന്നത്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 2013 തന്നെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞ സംവിധായകനെ നമുക്കിവിടെ പരാമർശിച്ചേ തീരും. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള AI ആണ് അദ്ദേഹം നമ്മളെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ സമന്ത എന്നൊരു AI നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ചിന്തിക്കാനുള്ളൊരു കഴിവും ഉണ്ടെന്നാണ് ഈ സിനിമയിലൂടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിയോഡർ അഥവാ നമ്മുടെ ഈ കേന്ദ്ര കഥാപാത്രത്തിന്റെ മകളുടെ പിറന്നാളിന് ഈ AI ഒരു ഡ്രസ്സ് വാങ്ങുന്നത്. ഇതിലൂടെ ചിന്തിക്കാനും കൂടെ AIക്ക് കഴിയും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.